if the location is fitting best for you, this would be a perfect fit for people who are looking for a villa under 1 crore. So ഒരു 85-ൽ ഇത്രയും നല്ലൊരു എലിവേഷൻ സ്പേസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ബെറ്റ്. ഇൻഫോ പാർക്കിലുള്ള കസ്റ്റമേഴ്സ്, പിന്നെ കുറച്ച് മേജർ സ്കൂൾസ്, ജെംസ്, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾസ്, അങ്ങനത്തെ കുറച്ച് സ്കൂളുകൾ, ഗ്ലോബൽ, ഇവർക്കൊക്കെ കുറച്ചും കൂടി ക്ലോസർ പ്രോക്സിമിറ്റിയിൽ വരുന്ന ഒരു പ്രിഫേർഡ് ലൊക്കേഷനാണ് പുക്കാട്ടുപടി. കാരണം പുക്കാട്ടുപടിയിൽ കൂടുതലും ആൾക്കാർ നമ്മുടെ സിറ്റിയിൽ അവൈലബിൾ ആയിരുന്നു. കാക്കനാട് അധികം അവൈലബിലിറ്റി ഇല്ലാത്ത വില്ലാസ് കഴിഞ്ഞാൽ ഒരു 1 crore റേഞ്ചിൽ നമുക്ക് കൂടുതൽ വില്ലാസ് നോക്കണമെങ്കിൽ അത് ശരിക്കും പുക്കാട്ടുപടി സൈഡിലേക്ക് പോകേണ്ടി വരും. ആ ഒരു സ്ട്രെച്ചാണ് പോകുന്നത്. ഞാൻ അധികം അങ്ങനെ ആ സൈഡ് അധികം വിസിറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അധികം ക്ലയന്റ് റിക്വയർമെന്റ് അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു സ്പെസിഫിക് ക്ലയൻസ് ബേസിക്കലി അവർ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അവരുടെ കുട്ടിയുടെ അഡ്മിഷൻ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് അവരിപ്പം ഇതുവരെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ഏരിയ, സോ അവരുടെ മേജർ പ്രിഫേർഡ് ഏരിയ എന്ന് പറയുന്നത് കാക്കനാട്, പിന്നെ പുക്കാട്ടുപടി, ഈ ഒരു ബെൽറ്റിലാണ്. Along with that, there are a lot of customers who wanted close proximity to Info Park. So Info Parkന്റെ ആ ഒരു ഏരിയയിൽ ഒരു വില്ല വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഐഡിയൽ ലൊക്കേഷനാണ്. സോ അങ്ങനെ നോക്കുന്ന ഒരു ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, നമ്മൾ വില്ല എന്നുള്ള ടേം യൂസ് ചെയ്യുമെങ്കിലും നമുക്ക് കമ്മ്യൂണിറ്റി വളരെ കുറവാണ്. കൂടുതലും ഒരു 40-50 സെന്റ് സ്ഥലത്ത് ഏകദേശം ഒരു 5 വില്ല, ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ല, ഇൻഡിവിജ്വൽ ഹൗസ് ഹോം ആയിരിക്കും. പിന്നെ കുറെയൊക്കെ പ്ലോട്ടഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേറ്റസ് ഇല്ല. സോ ഫാമിലി ആയിട്ട് വന്ന് താമസിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റഡ് റെയർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ നോക്കുന്നതിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തത് ഫിനിഷ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു. ഇവരും നോക്കുന്നത് ഫിനിഷ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ കണ്ട ഒരു യൂണിറ്റ് ആണിത്. ഈ യൂണിറ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്, ഞാൻ ബേസിക്കലി എളമക്കരയിൽ ഒരു സൈറ്റ് വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ യൂണിറ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. സോ ഞാൻ അവിടെ നിന്ന് നമ്മുടെ ലുലു മോള് വഴി, നമ്മുടെ HMTയുടെ ആ റോഡ് വഴിയാണ് ഞാൻ കമ്മ്യൂട്ട് ചെയ്ത് ഈ ലൊക്കേഷനിലേക്ക് എത്തിയത്. ഇത് എക്സാക്ട് പുക്കാട്ടുപടി അല്ല, മലയിടം തുരുത്ത് എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷനാണ്. ഇത് ഏകദേശം ഒരു 2 kilometers ഉണ്ട് പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷൻ എന്ന്. ഇതിന്റെ ഒരു എലിവേഷനും ഇതിന്റെ ഒരു ഭംഗി ആണ് ഇതിലെ കൂടുതൽ അട്രാക്ട് ചെയ്തത്. സോ ഞാൻ പേഴ്സണലി ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയി വിസിറ്റ് ചെയ്ത പ്രോജക്റ്റ്. നമുക്കിപ്പോ പുക്കാട്ടുപടിയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ എടപ്പള്ളിയിൽ നിന്ന് നമുക്ക് HMT ആ വഴി ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഐഡിയൽ ആയിട്ട് വന്നത്, പിന്നെ ഞാൻ രണ്ടാമത് വിസിറ്റ് ചെയ്തപ്പം ആ ലൊക്കേഷൻ ഞാൻ കാക്കനാട് വഴിയാണ് പോയത്. സോ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ ആ പാച്ചിൽ കൂടി നമുക്ക് കയറി ത്രൂ കാക്കനാട് നമുക്ക് ഈ പറഞ്ഞ റൂട്ടിലേക്ക് തന്നെ വന്ന് കയറും. പുക്കാട്ടുപടി ആ സൈഡിലോട്ട് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ആ റൂട്ടാണ് മിക്കവരും ഇൻഫോ പാർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഈ പ്രോജക്റ്റിലേക്കുള്ള അപ്രോച്ച് എന്ന് പറയുമ്പം കുറച്ച് വില്ല ഓപ്ഷൻസ് ഉള്ള ഒരു ഏരിയ ആണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി കാലിയായി പറമ്പായിട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷൻ അല്ല. അവിടെ ചെന്നപ്പോൾ അവിടെ കുറെ ഇൻഡിവിജ്വൽ നല്ല വീടുകളും നല്ല ലൊക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു പാച്ച് ആയിരുന്നു അത്. സോ ഈവൻ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന്, നമ്മുടെ മെയിൻ ഹൈവേന്ന് ഹാർഡ്ലി അറൌണ്ട് 1.5 kilometer ആണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലാണ് ഈ ഒരു വില്ല കമ്മ്യൂണിറ്റി വരുന്നത്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 3 BHK ഉണ്ട്, 4 BHK ഉണ്ട്. നമുക്ക് 3 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1700 വെച്ചിട്ടാണ്. 4 BHK എന്ന് പറയുമ്പോൾ അറൌണ്ട് 2050 ആ ഒരു സ്ക്വയർ ഫീറ്റ് സൈസിലാണ് വന്നിരിക്കുന്നത്. എലിവേഷൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന്റെ കംപ്ലീറ്റ് ഒരു ലേ ഔട്ട് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം മുകളിൽ ഒരു റൂം വെച്ച് മാത്രമുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. നമുക്ക് മുകളിൽ ഏകദേശം അടിയിൽ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം വിത്ത് ബാൽക്കണി ഉള്ള പ്രൊവിഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം വളരെ പ്രീമിയം ആയിട്ടുള്ള ഇതാണ്, മറ്റേ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രോജക്ട് വൈസ് എനിക്ക് കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് തോന്നാനുള്ള കാര്യം, ഇതിന്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത ആൾക്കാർ തന്നെയാണ് ഇതിന്റെ സെയിൽസിലും ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത്. സോ അത് കാരണം നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ഓഫ് പ്രോജക്റ്റ് നമുക്ക് അറ്റ് സൈറ്റ് കിട്ടുന്നുണ്ട് അവിടെ ചെന്നാലും. ആൻഡ് അവിടെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് വില്ല പ്രോജക്ട്സ് ചെയ്തിട്ടുള്ള ആൾ. സോ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് ടോട്ടൽ ഏരിയയും അവരവിടെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്തുകൊണ്ട് അതിന്റെ ആ ഒരു ഏരിയയുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് അവർ കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു വലിയ ബെനിഫിറ്റ് ആണ്. കാരണം ഒരു ഇൻഡിവിജ്വൽ പ്ലോട്ട് ജസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വിൽക്കുന്നത് പോലെ അല്ല, അവർ റെഗുലർ ആയിട്ട് അവിടെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അതിന്റെ ഒരു നോഹ അവർക്ക് ഉണ്ടാവും. ആൻഡ് പ്രൈസിങ്ങിന്റെ റേഞ്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 3 BHK എന്ന് പറയും 1700 അറൌണ്ട് 69 പ്ലസിൽ വരും. 4 BHK അറൌണ്ട് 85 lakhs പ്ലസിൽ വരും. സോ ഐ തിങ്ക് ഈ ഒരു റേഞ്ചിൽ നോക്കുമ്പം പ്രൈസിങ് വളരെ ഐഡിയൽ ആയിട്ട് പ്ലീസ്ഡ് ആണ്. പിന്നെ ഞാനിത് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന
ആൾക്കാർ, കാക്കനാടുള്ള അപ്പാർട്ട്മെന്റ്സിൽ ഹാപ്പി ആവാത്ത കസ്റ്റമേഴ്സ്, അവർക്കൊരു ഈ പറയുന്നവർക്കൊരു 20 മിനിറ്റ് റൈഡേ ഉള്ളൂ. അതും പ്രോപ്പർ റോഡാണ്, കച്ച റോഡല്ല, നല്ല റോഡ്സിൽ കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ലൊക്കേഷനിലേക്ക് എത്താം. നമുക്ക് നല്ലൊരു ഒരു ഇൻഫോ പാർക്കിൽ നിന്നിട്ട് ഒരു റെസിഡൻഷ്യൽ വില്ല നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഐഡിയൽ ബെറ്റാണ്. പിന്നെ മേജർ ആയിട്ടുള്ള സ്കൂൾസിലോട് സർക്കിൾ ചെയ്ത് നിൽക്കുന്ന ജെം സ്കൂള്, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ, ഇങ്ങനത്തെ സ്കൂളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതും ഇൻഫോ പാർക്കിലൊക്കെ ആയിട്ട് കാക്കനാടായിട്ട് കൂടുതൽ ട്രാവൽ ട്രാൻസിറ്റ് ഉള്ളവർക്കും ഇതൊരു ഐഡിയൽ ബെറ്റാണ് ആക്ച്വലി. സോ ബാക്കി നിങ്ങൾ പേഴ്സണലി വന്ന് വിസിറ്റ് ചെയ്യുക. കാരണം ഞാനിതിൽ ലിസ്റ്റ് ചെയ്യുന്ന മിക്ക പ്രോജക്ട്സും എന്റെ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഞാൻ എന്റെ ഫോം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് മാത്രമേ ഇതിനുള്ളിൽ കാണിക്കുന്നു. നമ്മൾ എല്ലാ പ്രോജക്റ്റും ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. നമ്മൾ പേഴ്സണലി വിസിറ്റ് ചെയ്ത് അവർക്ക് ഫിറ്റ് ആവുമോ എന്ന് അറിഞ്ഞിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പോൾ നമ്മൾ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് വരാവുന്ന കൈൻഡ് ഓഫ് സെക്ടേഴ്സ് ആണ് റെസിഡൻഷ്യൽ സ്പേസിൽ. സോ പക്ഷെ നിങ്ങൾ പേഴ്സണലി വന്ന് വിസിറ്റ് ചെയ്യുക, പേഴ്സണലി വന്ന് കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ ഒപ്പീനിയൻ പറയാം. ഈ പറഞ്ഞ നമ്പറിൽ, മുകളിൽ മെൻഷൻ ചെയ്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വി ക്യാൻ അറേഞ്ച് സൈറ്റ് വിസിറ്റ്. യു കം ഡൗൺ, ഹാവ് എ ലുക്ക്. ബട്ട് ദിസ് വുഡ് ബി എ പെർഫെക്റ്റ് ബെറ്റ് ഇഫ് the location is fitting best for you. This would be a perfect fit for people who are looking for a villa under 1 crore. So ഒരു 85-ൽ ഇത്രയും നല്ലൊരു എലിവേഷൻ സ്പേസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ it's a great bet. So do reach out, keep following this channel. We'll be giving you more project preferences, a lot of residential option in this project where you can you could find your solution by following this channel.